പറയുന്നത് ഇപ്പോ മന്ത്രി പോലും പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്നത് ഓണറേറിയം കൊടുക്കുന്നത് കേരളത്തിലാണെന്ന. ഞാൻ ചോദിച്ചോട്ടെ, ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് പഠിച്ച ഇന്ത്യയുടെ മാപ്പിൽ, ഇന്ത്യയുടെ ഭൂപടത്തിൽ സിക്കിം ഇല്ലേ സാർ? സിക്കിമിൽ 10,000 രൂപയാണ് സാർ ഓണറേറിയം. ആ 10,000 രൂപ കേരളത്തിൽ കൊടുക്കുന്ന 7,000-ന് മുകളിലാണ് സാർ. ഇതിൽ സിക്കിമിന്റെ ഗവൺമെന്റ് ഉത്തരവുണ്ട് സാർ. ഞങ്ങൾ ഈ വാർത്ത ഇങ്ങനെ പല മാധ്യമങ്ങളും കൊടുക്കുന്നത് കണ്ടിട്ട് അതുപോലെ ഒരു ഉത്തരത്തിനകത്തും 10,000 രൂപയായിട്ട് ഡിക്ലെയർ ചെയ്തു എന്ന് കണ്ടിരുന്നു സാർ. അതനുസരിച്ച് അവിടുത്തെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഉൾപ്പെടെ ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ ദിവസം അയച്ചു തന്ന ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട് സാർ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 6,000 രൂപയാണ് എന്നുള്ളതാണ്. അവർ പറയുന്നത് വിശ്വസിക്കേ നമുക്ക് മാർഗമുള്ളൂ സാർ. സാർ ഇതിൽ സാർ സാർ ഇതില് സാർ ഇതില് സാർ സാർ ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം സാർ, സഭയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ പാടില്ല സാർ. ഞാൻ ആദ്യത്തെ എൻ്റെ മറുപടിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. 7,000 രൂപയല്ല, അത് ഓണറേറിയം മാത്രമാണ്. ഇൻസെൻറ്റീവ്സ്, ഫിക്സഡ് ഇൻസെൻറ്റീവ് 3,000 രൂപയുണ്ട്. അതുകൂടാതെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ഇൻസെൻറ്റീവ് ഉണ്ട് സാർ. അങ്ങനെ ജനുവരി മാസത്തിലെ കണക്കെടുത്താൽ 89.98% ആശമാർക്കും 10,000-നും 13,000-നും ഇടയ്ക്ക് വേതനം ലഭിക്കുന്നവരാണ് സാർ കേരളത്തിൽ. ഏറ്റവും ഉയർന്ന വേതനം കേരളത്തിൽ തന്നെയാണ് സാർ ലഭിക്കുന്നത്. അതിൽ 7,000 രൂപ എന്നുള്ളത് സഭയെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് സാർ. കേരളം നമ്പർ 1 ആയതുകൊണ്ട് തന്നെയാണ് സാർ കേരളം നമ്പർ 1 ആണ് എന്നുള്ളത് പറഞ്ഞത് സാർ. ഇത്രയേറെ വനിതകൾ അവിടെ സമരം ചെയ്തിട്ട് ആ വനിതകളോടൊന്നും സംസാരിച്ചില്ല എന്ന് മാത്രമല്ല സാർ, ആ വനിതകൾ, ആ സമരം ചെയ്യുന്ന സാധു മനുഷ്യർ, അവർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ, അവർ തന്നെ പറഞ്ഞത് ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ വരണ്ട, ഓഫീസ് ടൈമിൽ ഓഫീസിൽ വരാൻ ആവശ്യപ്പെട്ടു സാർ ആരോഗ്യവകുപ്പ് മന്ത്രി. സാർ ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്, നമ്മൾ ഇവിടെ മന്ത്രി ചർച്ച നടത്തിയില്ല എന്ന് പറഞ്ഞു. ഞാൻ വളരെ ആദരിക്കുന്ന അനേകം ആളുകൾ പ്രതിപക്ഷ നിരയിലുണ്ട് സാർ. വളരെ ആദരവോടുകൂടി കാണുന്നത്, അത്തരം ബഹുമാനത്തോടെ കൂടി കാണുന്നത് സാർ. ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഈ അവിടെ സമരം ചെയ്യുന്നവരുമായിട്ട് ചർച്ച നടത്തണം. ഞാൻ SMD സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറോട് പറഞ്ഞു ചർച്ച നടത്തണം. അദ്ദേഹം 14-ാം തീയതി SPM സ്റ്റേറ്റ് പ്രോജക്ട് മാനേജർ ചർച്ച നടത്തി സാർ. അവർ പറഞ്ഞു ഇല്ല, ഞങ്ങൾക്ക് മന്ത്രിയെ കാണണം. ശരി, മന്ത്രിയെ അതിനെന്താ വന്നോളൂ എന്ന് ഞാൻ പറഞ്ഞു. 15-ാം തീയതി രാവിലെ 10 മണിക്ക് സാർ എൻ്റെ ഓഫീസിൽ അവരെത്തി. 10 മണി മുതൽ 11:40 വരെ സാർ ഞാൻ അവരുമായിട്ട് ചർച്ച നടത്തി. വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംസാരിച്ചു സാർ. വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, വീട്ടിൽ വന്നപ്പോൾ അധിക്ഷേപിച്ചു എന്നുള്ള കാര്യം സാർ. SUCA-യുടെ ഇവിടെ പാർലമെന്റ് ഇലക്ഷനിൽ ഇപ്പോൾ അവരുടെ MP-ക്കെതിരെ മത്സരിച്ച വ്യക്തി പറഞ്ഞ കാര്യം അതേ കള്ളമാണ്. ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് MLA-യുമായിട്ടുള്ള ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാർ വ്യക്തിപരമായി നടത്തിയിട്ടുള്ള അസത്യ പ്രചരണത്തിനും കള്ളപ്രചരണത്തിനുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ആ നിയമ നടപടികളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് സാർ. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? കേന്ദ്രം പണം തന്നില്ല. കേന്ദ്രം തരാനുള്ളത് കണക്ക് പ്രകാരം പരമാവധി 98 കോടിയാണ് സാർ. കേന്ദ്രം പണം തരണം സാർ. ആ കേന്ദ്രത്തിൽ നിന്ന് 98 കോടി രൂപ പോലും വാങ്ങിച്ചെടുക്കാൻ കഴിവില്ലാത്ത ശ്രീ KV തോമസിന് 30 ലക്ഷം രൂപ ശമ്പളം കൂടാതെ യാത്രാബത്ത 5 ലക്ഷത്തിൽ നിന്ന് 6,11,000 കൂട്ടി 11,11,000. ദുഃഖകരമായിട്ടുള്ള കാര്യം കൂടിയുണ്ട് സാർ. കേന്ദ്ര സർക്കാരിന് വേണ്ടി കൂടി കോൺഗ്രസിന്റെ അംഗം സംസാരിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് സാർ. അദ്ദേഹം പറയുകയാണ് 98 കോടി രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ MP-മാരോടൊരു വിവരാവകാശം അവിടെ കൊടുത്തു നോക്കാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം MP-മാരോട് ആവശ്യപ്പെടണം സാർ. MP-മാരെ ഇവിടെ നിന്ന് ജയിപ്പിച്ചയച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് കൂടിയാണ് സാർ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഇതിനെ അവരെ സാമൂഹികമായി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഇനിയും അത് 1,800 രൂപയല്ല, UDF-ന്റെ നിലപാട് തുടർന്ന് 1,800 രൂപയല്ല സർ, അത് 7,000 രൂപയാക്കി ഇനിയും അത് ഉയർത്തണം എന്ന് തന്നെയാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. ആ നിലയിൽ തന്നെ പറഞ്ഞ വാക്ക് പാലിച്ച് തന്നെ LDF മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ സർ ഇത് ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി സഭയെ അറിയിക്കാനായിട്ട്